ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ +2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയാം ഹിസ്റ്ററി, അതായത് ചരിത്രം ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ നമ്മൾ വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രൂഫുകളും കണ്ടന്റുകളൊന്നും ഉണ്ടാവത്തില്ല എന്ന സാരം. നമ്മളിപ്പോൾ പഠിക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമ്മുടെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ പഴയ കാലത്തിലേക്ക് പോയിട്ടും പഴയ കാലത്തുള്ള പ്രൂഫുകൾ നമ്മൾ കണ്ടെത്തിയിട്ടും ഇന്ന സംസ്കാരം അല്ലെങ്കിൽ ഇന്നൊരു സംഭവങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു എന്ന് പറയുന്നതാണല്ലോ ചരിത്രം, അല്ലേ? ദ പാസ്റ്റ് ഇവൻസ് ആണ്. വാട്ട് ഈസ് ഹിസ്റ്ററി? ഇറ്റ്സ് എ പാസ്റ്റ് ഇവൻസ്. കഴിഞ്ഞു പോയ പ്രാചീന കാലഘട്ടത്തിലോ കഴിഞ്ഞു പോയ ഏതോ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഗവേഷകർ, ആർക്കിയോളജിസ്റ്റ്, അല്ലെ? എന്ത് ഗവേഷകരാണ്? ഭൂമി ഖനനം ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് പ്രൂഫ് കിട്ടുന്നു. അവരത് സ്റ്റഡി ചെയ്തിട്ട് ഇന്ന രീതിയിൽ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന് തുടങ്ങി. അതാണ് നമ്മുടെ ഹിസ്റ്ററി, അല്ലെ? ഹിസ്റ്ററി ഇല്ലെങ്കിൽ എന്താണ്? നമുക്ക് നിലനിൽപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഭാരതം, എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ വിഷയം എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കണമെങ്കിൽ പണ്ട് നമ്മൾ എവിടെയായിരുന്നു, പണ്ട് നമ്മൾ എന്തായിരുന്നു? അപ്പൊ ഹിസ്റ്ററി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണെന്നാണ് മിസ് ഫസ്റ്റ് ആദ്യം മുതലേ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതിൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആരായിരുന്നു, ജോൺ മാർഷൽ ആരായിരുന്നു, ദെൻ റിലീജിയസ് ലിറ്ററേച്ചറിൽ അതിൽ എന്താണ് റിലീജിയസ് ലിറ്ററേച്ചർ, എന്താണ് സംഭവം, കോയിൻസ്, ഈ കോയിൻസിൽ എന്തിന്റെ പ്രൂഫായിരുന്നു, കോയിൻസ് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്, വേദിക് പീരീഡിൽ നമ്മൾ എന്താണ് ഈ വേദിക് പീരീഡ്, എന്താണ് വേദാസിൽ എന്താണ് പറഞ്ഞത്, അതിലുള്ള ലിറ്ററേച്ചർ ഏതൊക്കെയായിരുന്നു, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്കോളേഴ്സ് മീൻസ് തത്വചിന്തകര്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആർക്കിയോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, ഇവരൊക്കെ എന്താണ് നമ്മളോട് പറഞ്ഞത്, അത് പ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സിലബസ്, നമ്മുടെ ഈ ഒരു ചരിത്രങ്ങൾ അതെങ്ങനെ നമുക്ക് കിട്ടി, അതൊക്കെ അറിയേണ്ടതായിട്ടുള്ള ഒരു പാർട്ട് ആണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി. ഫസ്റ്റ് നമുക്ക് നോക്കാം അലക്സാണ്ടർ കണ്ണിങ്ഹാം. അദ്ദേഹം ആരായിരുന്നു? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രം. നമുക്കൊരു ചരിത്രമുണ്ട്, നമുക്കൊരു ചരിത്രം നമ്മുടെ പ്രൂഫോട് കൂടി നമുക്ക് ഒരു ആർക്കിയോളജിസ്റ്റ് ആട്ടോ അലക്സാണ്ടർ കണ്ണിങ്ഹാം. അദ്ദേഹമാണ് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഫസ്റ്റ് ഖനനം നടത്തി പ്രൂഫായിട്ട് മുന്നോട്ട് വന്നൊരു ആർക്കിയോളജിസ്റ്റ് ആണ് ആര്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. അപ്പൊ അത് ചിലപ്പോൾ വൺ വേർഡൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സെക്കൻഡ്ലി പറയുന്നത് ജോൺ മാർഷൽ. അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ മറ്റൊരു ആർക്കിയോളജിസ്റ്റ് ആണ് ജോൺ മാർഷൽ. മിസ് ബോർഡിൽ എഴുതാൻ കാരണം നിങ്ങൾ മറന്നു പോകേണ്ട, വൺ വേർഡൊക്കെ ചോദിക്കുമ്പോൾ അത് മിസ് പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് അത് എഴുതിയത്. ജോൺ മാർഷലും ആരാണ്? ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്തത്? ഇവാലുവേറ്റ് ഡിഫറെന്റ് സിറ്റുവേഷൻ ഓവർ ലോങ് പീരീഡ്, ആസ്ക് ക്വസ്റ്റ്യൻസ് വൈ certain events of happen and അതായത് അവരൊക്കെ എന്ത് ചെയ്തു? ഈ പ്രൂഫ് കിട്ടിയപ്പോൾ, ഇനിയിപ്പോൾ പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും തെളിവുകൾ എന്തൊക്കെയാണത്? കോയിൻസ്, നമ്മുടെ മണ്ണിൽ നിന്നും കിട്ടുന്ന കോയിൻസ്, കൃഷിക്ക് അവർ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്ത മിസ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ പണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കലപ്പ, പിന്നെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള ആയുധങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രൂഫുകൾ കിട്ടുമ്പോഴാണ് അവർക്ക് എന്ത് മനസ്സിലായത്? അവർക്ക് ഇങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ആളാണ് ആര്? ഈ അലക്സാണ്ടർ കണ്ണിങ്ഹാമും നമ്മുടെ ആരും ജോൺ മാർഷലും ചാൾസ് മേസണും. ഓക്കെ, ഇവരൊക്കെ ആർക്കിയോളജിസ്റ്റ് ആണ്. അവരാണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രം, ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കി തന്ന ആളുകളാണ് ഇവർ മൂന്നാളും. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇന്ത്യയിൽ ഹിസ്റ്ററി ഉണ്ടോ, ഇന്ത്യ എന്ത് സംസ്കാരം, ഇന്ത്യ എവിടെ വന്നു ഇതൊന്നും അറിയില്ല. അപ്പൊ ഹാരപ്പ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ചരിത്രം എന്തെന്നറിയപ്പെടുന്നു? സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം സിന്ധു നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്, തീരത്തുള്ള കുറച്ച് ഗവേഷണം നടത്തിയില്ലേ അവർ ഉത്ഖനനം ചെയ്തെടുത്ത പല പ്രൂഫുകളും കണ്ടുപിടിച്ചിട്ടാണ് അവിടെയാണ് നമ്മുടെ സിന്ധു നദിയുടെ തീരത്ത് നിന്ന് കിട്ടിയത് കൊണ്ട്, പ്രൂഫുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? സിന്ധു നദീ തീരത്ത് നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ എന്തെന്നും പറയുന്നത്? സിന്ധു നദീതട സംസ്കാരം എന്നും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ,
പിന്നെ ഹാരപ്പയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഹാരപ്പൻ സംസ്കാരം, അങ്ങനെ ഓരോരോ എവിടെ നിന്നാണോ കിട്ടുന്നത് ആ ഒരു ലെവലിലാണ് ഓരോ സംസ്കാരങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നൈൽ നദീതട സംസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്, ദെൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. കാരണം സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങളെല്ലാം തന്നെ പ്രൂഫുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അണ്ടർസ്റ്റാൻഡിങ് ആയി ചെയ്യുന്നത്. നമ്മളെ തലക്കെട്ട് പോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ മനസ്സിലാക്കപ്പെടുന്നത്. അതായത് ഇതിൽ എക്സാമ്പിൾ കൊടുത്തത് 3 സംസ്കാരങ്ങളാണ്. ഫസ്റ്റ് ഈസ് ഒന്ന് നമ്മുടെ സംസ്കാരം, അതാണ് നമ്മൾ പഠിക്കുന്ന നമ്മുടെ സിലബസ് ഉൾക്കൊള്ളി. പക്ഷേ എക്സ്ട്രാ അതിൽ കൊടുത്ത ജസ്റ്റ് പോയിന്റ് മിസ് പറയാണ്, നമ്മുടെ ഇതിലെ എന്താണ് ഈജിപ്ത്, അതായത് നൈൽ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്, തീരത്ത് നിന്നാണ് എനിക്ക് കുറച്ച് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി പ്രൂഫ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ മെയിൻ പോയിന്റ് ആണ് ഏത് നൈൽ നദി. അതുകൊണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലൊരു നദിയാണ് നൈൽ നദി. അതേപോലെ വേറെ 2 നദികളുണ്ട്. ഏതാണ്? മെസപ്പൊട്ടോമിയൻ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, അതും നദികളാണ്. അധികവും നദികൾ തീരത്തു നിന്നാണ് കിട്ടുന്നതെന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. കാരണം കൃഷിക്ക് വെള്ളമൊക്കെ എവിടെ വേണം? നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അവർ ഉപയോഗിക്കുന്നത്. അതും നദീതീരങ്ങളിലാണ് കാർഷികപരമായിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്, ഇവർ കഴിച്ചിട്ടുള്ളത്. ഇവർ കൂട്ടം കൂടി താമസിച്ചിരുന്നു നദീതീരങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി എന്നുള്ളപ്പോൾ അധിക ഹിസ്റ്ററിയും ഹിസ്റ്ററിന് കണ്ടന്റ് മീൻസ് അതിൻ്റെ ഒരു ബേസിക് വാല്യൂ വരുന്നത് നദീതീരങ്ങളിലാണ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഈജിപ്ഷ്യൻ സംസ്കാരം, അതായത് നൈൽ നദീ തീരത്ത്. നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് മോഹൻജദാരോ അല്ല, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കാരത്തിൽ 2 നദി, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററിയിൽ പറയുന്ന എക്സാമ്പിൾ ആയിട്ട് 3 സംസ്കാരങ്ങൾ. ഓക്കെ, ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ഷൻ ഇന്ത്യാസ് ആൻഷ്യന്റ് പാസ്റ്റ് അല്ലേ. നമ്മുടെ ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനർനിർമ്മാണം. എന്തിന് പുനർനിർമ്മാണം? ഇന്ത്യയിലെ പഴയ കാര്യങ്ങളുടെ പുനർനിർമ്മാണം. അത് ചെയ്ത ആൾക്കാരാണ് ആര്? അലക്സാണ്ടർ കണിങ്ഹാമും ജോൺ മാർഷലും ചാൾസ് മേസണും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? നോ അബൌട്ട് വേരിയസ് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ബൈ ആൻഷ്യന്റ് ഹിസ്റ്റോറിയൻസ്. വേരിയസ് സോഴ്സ് ഓഫ് മെറ്റീരിയൽ, നമ്മുടെ വിഭവങ്ങൾ. എന്താ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എന്തൊക്കെ വിഭവങ്ങളാണ് അവർക്ക്? മെറ്റീരിയൽ മീൻസ് അല്ലേ, വസ്തുതാപരമായ തെളിവുകൾ, വസ്തുതാപരമായ സോഴ്സുകൾ അല്ലെങ്കിൽ സൂചനകൾ, വിഭവങ്ങൾ മീൻസ് എന്നൊക്കെ പറയാം. അങ്ങനെ ആൻഷ്യൻ ഹിസ്റ്റോറിയൻസിന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഓക്കെ, അതിന് കുറേ സോഴ്സ് ഉണ്ട്. ഇത് ലിറ്റററി സോഴ്സ് ഉണ്ട്. ലിറ്റററി സോഴ്സ് പറയുമ്പോഴാണ് അതിൽ വേദിക് പീരീഡ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ലിറ്റററി സോഴ്സസ് വരുന്നത് ഏത് പീരീഡിലാണ്? വേദിക് പീരീഡിലാണ്. ആ സമയത്താണ് നമ്മുടെ എപ്പിക്സ് ഏത് എപ്പിക്സ്? മഹാഭാരത ആൻഡ് രാമായണം. മിസ് ഇവിടെ എഴുതിയിട്ട് നമ്മളെ 2 ഇതിഹാസങ്ങൾ അല്ലേ. അത് മഹാഭാരത എഴുതിയത് പിന്നെ രാമായണം മഹാഭാരതം എഴുതിയത് ആരാണെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് അറിയാം കേട്ടോ. അതായത് എപ്പിക്സ്, ഇതിഹാസം എന്നാണ് മലയാളത്തിൽ പറയാം. രാമായണം എഴുതിയത് കാളിദാസനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, മിസ് ഇവിടെ ജസ്റ്റ് കാളിദാസ, മഹാഭാരത വ്യാസൻ. ഓക്കെ, വേദാസ് വേദ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 4 വേദങ്ങളാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. മിസ് വേദാന്ന് എഴുതിയിട്ടില്ല, പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളാണ് പ്രധാനമായും വേദ കാലഘട്ടത്തിൽ ഉണ്ടായത്. കാരണം ഇത് അനുബന്ധിച്ച് ഈ ഋഗ്വേദമാണ് നമ്മുടെ ഫസ്റ്റ് വേദം എന്ന് പറയുന്നത്. ഈ വേദത്തിനോടനുബന്ധിച്ചാണ് വേദിക് പീരീഡ്, അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ഹിസ്റ്ററി എന്നുള്ള ഭാഗങ്ങളിൽ തന്നെ വേദകാലഘട്ടത്തെ പറ്റി നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ് വേദകാലത്തിൽ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. പ്രധാനമായും നിങ്ങൾ വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് പ്രധാനമായും 4 വേദങ്ങളാണ്. ആ വേദത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേദമാണ് ഋഗ്വേദം. ഫസ്റ്റ് വേദം രചിക്കപ്പെട്ട വേദം ഏതാണെന്ന് ചോദിക്കും. 1 വേർഡ് എക്സാം ഓറിയന്റഡ് ക്ലാസ്സും കൂടിയാണ്. എക്സാമിന് വരുന്ന മിസ് വേറെ തന്നെ എസ്സേ പറയുന്നുണ്ട്, 1 വേർഡ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ ഋഗ്വേദം അല്ലെ. ഏത് വേദമാണ് ഫസ്റ്റ് ഉണ്ടായ വേദം? ഋഗ്വേദം. പിന്നെ കാളിദാസ എഴുതിയത് ആരാന്ന് ചോദിക്കും. 2 എപ്പിക്സ് ഏതാണെന്ന് ചോദിക്കും. പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റ് ആരാന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? 1 വേർഡ് ആയിട്ട് ചോദിക്കും. നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുകയും ചെയ്യും. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ കവർ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ആർക്കിയോളജി വിഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ഫോർ ട്രാവലേഴ്സ്. കുറച്ച് ട്രാവലേഴ്സ് നമ്മൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആരാണ് ട്രാവലേഴ്സ് ഇതിലൂടെ പോയത്? ആരാണ്? അതായത് നമ്മുടെ ഇന്ത്യയിലൂടെ. നമ്മളെ ഇന്ത്യൻ ഹിസ്റ്ററി പറയുമ്പോൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് പോവാണ്. ഇന്ത്യയിൽ ജസ്റ്റ് വന്നത്
The literature is supplement foreign account to India's Greek and Roman and Chinese visitors, other ambassadors, travelers to seek religious knowledge for time. They have left behind account of things of very source. The court of Chandragupta Maurya came a Greek ambassador called Megasthenes. അതായത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത്